എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷ കൊടുക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞാൻ. ഇത് പറയുന്നത് ആരോടാന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. മിത്രങ്ങളെക്കാട്ടിലും ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. അവരോടാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് എന്ന് കേട്ടപ്പം ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കേട്ടിട്ട് പോലും എൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ അല്ലെ ഒരു കമൻ്റ് ഇടാനോ ഒന്നും ആരും വന്നിട്ടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ മുമ്പിൽ വാശിയോടെ ജീവിച്ച് കാണിക്കും എന്നുള്ള ഉറപ്പ് ഇപ്പോഴും എനിക്കുണ്ട്. കാരണം അത്ര പെട്ടെന്നൊന്നും ഞാൻ പോവില്ല. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ശ്വാസതടസ്സവും അതേപോലെ കാലുവേദനയും വന്നു. ഞാൻ പൂനൂരാണുള്ളത്. അപ്പോൾ പൂനൂരിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, 2-3 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവിടെ പോയി രണ്ടാമതും അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഇട്ട് അവരും പറഞ്ഞു അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഈ പറഞ്ഞോണോ ചത്തുപോകുന്നതിനെക്കാട്ടി നല്ലത് അഡ്മിറ്റ് ആവുന്നതല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ എനിക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ടല്ലോ, പിന്നെ ആൻറ്റിബയോട്ടിക് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെയും വൈകിട്ടും വന്ന് വെച്ചോളാം എന്ന് പറഞ്ഞു. അതിനാണ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ എന്താ പറയുക അഡ്മിറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വെയിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചത് എനിക്ക് തടി വെച്ചതുകൊണ്ട് ആണ് എനിക്ക് വെയിൻ കിട്ടാത്തത് എന്നൊക്കെ ആയിരുന്നു ചിന്താഗതി. ഞാൻ മെലിഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ അതേ ബുദ്ധിമുട്ട് തന്നെ എൻ്റെ മൂത്ത സിസ്റ്ററിനുണ്ട്. അപ്പോൾ അവൾക്കും വെയിൻ കിട്ടൂല. അപ്പോൾ പിന്നെ എന്താ പറയുക എനിക്ക് ഒറ്റയ്ക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടല്ലാന്ന്. എൻ്റെ പൊന്നോ, ചില സ്ഥലങ്ങളിൽ നമ്മുടെ എന്താ പറയുക സെൻറ്റർ വെയിന് എനിക്ക് വിരലിനൊക്കെ ട്രിപ്പ് അല്ലാതെ നീഡിലിട്ട് നോക്കും. ചെറിയ ഞരമ്പ് കാണുമല്ലോ അതിൻ്റെ മുകളിൽ, അതിനൊക്കെ എന്ത് വേദനയാണെന്നറിയോ. വേദന എന്ന് പറയുക ഒരു വാക്ക് ചുരുങ്ങി പോകും. വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രമേൽ എന്താ പറയുക അത്രയ്ക്ക് ഈ കൈയിൻ്റെ അടിയൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക മറ്റു ശരീരത്തെ പോലെയല്ലല്ലോ, കുറച്ച് തൊലിക്കട്ടിയുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞതുപോലെ നീഡിൽ കുത്തി എന്ന് പറയുന്നത് ഭയങ്കര ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷെ എന്താക്കാനാ, ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആര് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞാലും എനിക്ക് എവിടെ നിന്നും നീതി കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഇത് പറ്റിയെന്ന് കേട്ടിട്ട് മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്നും എന്താ പറയുക എൻ്റെ നല്ല നല്ല ഫോട്ടോസ് സ്റ്റോറി ഇട്ട് തരുന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കളിയാക്കിയിട്ട് മെസ്സേജുകളും കോളുകളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇൻസൾട്ടാണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാമല്ലോ. അങ്ങനെ റിക്കവറായിട്ട് ഞാൻ വരും, വരാതിരിക്കുകയൊന്നുമില്ല എന്ന് വിചാരിക്കാം. ഇനി ഇവൻ ചത്തുപോവുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ യോഗം. നമ്മളൊക്കെ പറയാറില്ലേ, 4-ാം മാസത്തിൽ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മുടെ എല്ലാ കാര്യങ്ങളൊന്ന്. അതിൽ ചിലപ്പോൾ ഒരു സിസ്റ്ററുടെ കയ്യിൽ നിന്ന് ആ സിസ്റ്ററുടെ കയ്യബദ്ധം എൻ്റെ ജീവൻ എടുക്കാനാണ് വിധിയെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കോ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. ഇതൊക്കെ വിഷയം ഹോസ്പിറ്റലിൻ്റെ പല പല പ്രശ്നങ്ങൾ പല പല സ്ഥലങ്ങളിൽ നടന്നിട്ട് അതിന് പ്രതിഷേധമായിട്ടും അതിന് മറ്റേ സപ്പോർട്ടായിട്ടും കമൻ്റായിട്ടൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഇത്രത്തോളം വെറുക്കാൻ എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ ചിലരൊക്കെ കമൻ്റ് ഇടുന്ന സമയത്ത് നോട്ട് ചെയ്യാറുണ്ട്. ആ നോട്ട് ചെയ്യുന്ന ആളെ തന്നെ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് വീഡിയോസൊക്കെ അടിപൊളിയാണല്ലോ, ആരെന്ത് പറഞ്ഞാലും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ദൈവം കൂടെ ഉണ്ട് എന്നാണ് പറയുക. അയാൾ തന്നെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് എന്നെ തോന്നിയ ദിവസം വിളിക്കുകയും
അങ്ങനത്തെ മനുഷ്യന്മാരാണ്. ഈ മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അത് പറ്റിയാൽ തന്നെ നമ്മുടെ ലൈഫിലൊക്കെ പകുതി മുക്കാൽ പ്രശ്നങ്ങളും മാറും. അങ്ങനെയാണ്. ഏതായാലും എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പോകുന്ന ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് അഡ്മിറ്റോട് ചെയ്യാതെന്ന് പറയുന്നത് എനിക്ക് മെൻ്റലി ഭയങ്കര വിഷയമാവും. എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നതാണ്. പോരാത്തതിന് എന്താ എനിക്ക് വരയ്ക്കാനുണ്ട്, പിള്ളേരുടെ കാര്യവും, ഉമ്മാക്ക് സുഖമില്ലാത്തതാണ്. ഇതൊക്കെ ഇന്ന് എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ആരോഗ്യം, പിന്നീട് മറ്റെന്തിനെക്കുറിച്ചും ചിന്തിക്കാവുള്ളൂ എന്ന്. എനിക്കൊരു ഇക്കാക്കുണ്ട്. ആ ഇക്കാക്ക വിളിച്ച് പറഞ്ഞ് ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. അല്ലാത്ത പക്ഷം അവിടെ അത്രയും കാലം ഇല്ലാത്തൊരു നേഴ്സ് പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞ് വരിക, നേഴ്സ് ഇങ്ങനെ ചെയ്യുക, ആ ഒരു ക്ലിനിക്ക് ഒന്നടങ്കം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, പോലീസുകാർ അത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. എന്തായാലും ദൈവത്തിനറിയാമല്ലോ സത്യാവസ്ഥ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് വെയിൻ കിട്ടാണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു 4, 5, 6 പ്രാവശ്യമായി ഇപ്പോൾ അവർ ഈ വെയിൻ കിട്ടാത്തതുകൊണ്ട് കുത്തി നോക്കുന്നുണ്ട്. ഒടുക്കം വെയിൻ ഡിറ്റക്ടർ മുകളിൽ ലാബിൽ പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് അത് വെച്ച് ഒരു ചെറിയൊരു വെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾക്ക് വെയിൻ ഡിറ്റക്ടർ ഓഫായി പോവുകയും ചെയ്തു. ആ വെയിൻ എവിടെയാണ് ടച്ച് എന്ന് വെച്ചാൽ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് അവർക്ക് ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ കിട്ടുന്നില്ല. ഒരുപാട് വേദനകൾ സഹിച്ചു കേട്ടോ. ഇതൊക്കെ ഒരാളുടെ അശ്രദ്ധ മൂലമാണ് എന്നുള്ളത് ആ വ്യക്തി ഇതൊക്കെ അറിയുന്നുണ്ടാവോ? സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കാം. എന്ത് തന്നെ ആയാലും എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ശത്രുവോ മിത്രമോ ആരോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കരുത്. അറിവില്ലായ്മ കൊണ്ടോ അല്ലേ എന്താ പറയുക, ഇപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയ ആൾ മരിച്ചു എന്ന് വെക്കുക, അത് മനഃപൂർവ്വം ഉള്ളൊരു നമ്മൾ ഒന്നും ചെയ്യുന്നതല്ലല്ലോ. പക്ഷെ അതേ സംഭവം തന്നെ മനഃപൂർവ്വം ചെയ്യാനും പറ്റുമല്ലോ. പക്ഷേ എനിക്ക് ഇത്ര പറയാനുള്ളത്, ആരെയും മനസ്സ് നോവിക്കുന്ന രീതിയിൽ അല്ലേ. ആ സ്ത്രീ മനസ്സ് നോവിപ്പിച്ച മാത്രമല്ല, ശരീരം എൻ്റെ പൊന്നോ 1 മാസത്തിൻ്റെ അടുത്തായി ഈ ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഞാൻ കിടക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി എന്നത് മാറി കിട്ടുന്നുള്ളൂ എനിക്കറിയില്ല. എന്തെങ്കിലും ഒന്ന് നമുക്ക് പറ്റിപ്പോയാൽ അതൊന്ന് മാറിക്കിട്ടണേനുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്നറിയോ? സത്യം പറയാലോ, ഒരു 6 7 വെയിനിട്ട് കുത്തി നോക്കിയിട്ട് കിട്ടാണ്ട് നിന്ന് മരുന്ന് വെച്ചപ്പോഴേക്ക് ഞാനൊരു സൈഡായിപ്പോയി. അത്രക്ക് എന്താ പറയുക, കൈയിൻ്റെ മുട്ടിലാണെങ്കിലും പൊറാടിമേലാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ വിരലിൻ്റെ മുകളിലുള്ള ചെറിയ ഞരമ്പിന് വരെ അവർ കുത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വെയിൻ കിട്ടുന്നില്ല. അതാണ് നമുക്ക് ആപത്ത് അല്ലെ, എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചെറിയൊരു ഉറക്ക് പാസ്സാക്കി ആ സമയത്ത് മോനെടുത്ത വീഡിയോ ആട്ടോ അത് കഴിഞ്ഞ് ട്രിപ്പ് തീർന്ന് 2ാമത്തെ ട്രിപ്പ് മാറ്റിക്കുത്താൻ വന്നതാണ് അന്നപ്പോൾ ആ വിവരം അറിയുന്നത്. അങ്ങനെ എല്ലാം കൂടി ട്രിപ്പ് ഇട്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിക്കോളാം, പിന്നെ ആൻറ്റിബയോട്ടിക് രാവിലെയും വൈകുന്നേരമായിട്ട് വന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു.